എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ദിനാശംസകൾ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കാരമൽ പായസമാണ്. വളരെ എളുപ്പവും വളരെ ടേസ്റ്റിയുമാണ്. നോക്കിയാലോ. ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ചേർക്കുക. കാഷ്യൂനട്ടും മുന്തിരിയും നമുക്ക് വറുത്തെടുക്കാം. ഇതിലേക്ക് സേമിയ ഇട്ട് നമുക്ക് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇത് ഓൾറെഡി റോസ്റ്റ് ചെയ്ത സേമിയാണ്, എന്നാലും ഒന്നും കൂടെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാവേ. ചെറുതായിട്ടൊന്ന് വറുത്താൽ മതിയാകും. ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർക്കണം. പഞ്ചസാര ഒന്ന് മെൽറ്റായി വരട്ടെ. ഞാൻ ഓർഗാനിക് ഷുഗറാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഷുഗർ ചേർത്താൽ മതിയാകുമേ. പഞ്ചസാര ഉരുകി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ചെറിയ ചൂടുവെള്ളം 2 കപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് ബ്രൗൺ ഷുഗർ ആയതുകൊണ്ടാണ് ഇടയ്ക്ക് ചെറിയ ഒരു തരിയുള്ളത്. അത് ഉരുകുമ്പോൾ ശരിയായിക്കോളും. ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇതിലേക്ക് 1 കപ്പ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. കാരമലൈസ് ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിച്ച് ചെയ്യണേ. അത് അധികം തീ വളരെ കുറച്ച് വെച്ച് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ കളറ് മാറി ബ്രൗൺ കരിഞ്ഞ് പിടിക്കും. ഇതിലേക്ക് നമുക്ക് 1 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കാം. പാല് തിള വന്ന് തുടങ്ങുമ്പോഴത്തേക്കും വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ നമുക്കിതിലേക്ക് ചേർക്കാം. ഇതിനൊപ്പം 1/2 ലിറ്റർ ചൂട് വെള്ളവും കൂടി നമുക്കിതിനകത്ത് ചേർക്കണമേ. കാരണം സേമിയ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല തിക്കായിട്ട് വരും. ഈ വെള്ളവും കൂടി ചേർത്ത് കഴിയുമ്പോൾ കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിൽ നിങ്ങൾക്ക് കിട്ടും. സേമിയ വെന്ത് വന്നിട്ടുണ്ട്. ഞാനിതിൽ 400 ഗ്രാം സേമിയാണ് എടുത്തിരിക്കുന്നത്. 1.5 ലിറ്റർ പാലാണ് ചേർത്തത്. 1.5 ലിറ്റർ വെള്ളവും ചേർത്തിട്ടുണ്ട്. സേമിയയുടെ വേവിനൊക്കെ അനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ വരും. അത് നിങ്ങൾ നോക്കിയിട്ട് പാലും വെള്ളവും കൂടെ ഈക്വലായിട്ട് എടുത്തിട്ട് ചേർത്താൽ മതിയാകും. അതുപോലെ പഞ്ചസാര അത് നിങ്ങളുടെ മധുരത്തിന് എത്രയാണോ ആവശ്യം അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി കണ്ടൻസ് മിൽക്ക് ആണെങ്കിൽ അത് ചേർത്താലും മതിയാകും. ഇനി നമുക്കിതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏകദേശം 10-12 ഏലക്കയാണ്. അത് ഇച്ചിരി പഞ്ചസാരയും കൂടെ ചേർത്ത് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാകും. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും റൈസിൻസും ചേർക്കാം. അങ്ങനെ നമ്മുടെ കാരമൽ സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ബ്രൗൺ ഷുഗർ ആയിട്ട് ആണ് നിങ്ങൾ കാരമലൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതെങ്കിൽ അളവ് കുറച്ച് കൂട്ടിയെടുക്കണം. ഞാൻ കാണിച്ച അളവിൽ നിന്നും കുറച്ചുകൂടെ കൂടുതൽ വേണം കേട്ടോ. ഞാൻ ചെയ്ത് വന്നപ്പോഴത്തേക്കും മധുരമൊക്കെ കുറവായിരുന്നു. ഞാൻ കുറച്ചും കൂടെ ഷുഗർ കാരമലൈസ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. അതുപോലെ മധുരവും കണ്ടൻസ് മിൽക്കും ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് തന്നെ ചേർക്കാം. ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. താങ്ക് യു.